ഇന്ന് മഴയൊന്നുമില്ലാത്ത നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാനു ലതമുത്തശ്ശിയുടെ കൂടെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഭാനുവിൻ്റെ കൂടെ പോയാലോ? ഭാനു, നമ്മൾ എവിടെയാ അറിയാം പോന്നേ? പാല് വാങ്ങാൻ. എവിടെയാ പോന്നേ? വീട്ടിൽ. ആരെ വീട്ടിലാ? അമ്മമ്മേൻ്റെ വീട്ടിലാണോ പോന്നേ? നമുക്ക് ആദ്യം പാല് വാങ്ങി വന്നിട്ട് എവിടെ പോവാം? അമ്മമ്മേൻ്റെ വീട്ടിൽ പോവാം. ഓക്കെ ഓക്കെ പറയൂ എന്നാല്. ഓക്കെ. ഇതാരാ ഭാനു? എന്താ പൂച്ചേൻ്റെ പേര്? ഭാനുവിൻ്റെ പൂച്ചയാണോ അത്? എന്താ പൂച്ചേൻ്റെ പേര്? വേറെ ഏതൊക്കെ പൂച്ചയുണ്ട് ഇവിടെ? നാരായണൻ പൂച്ചയല്ലാണ്ട് വേറെ എത്ര പൂച്ചയുണ്ട്? ആഹാ, സുഭദ്ര, സുവർണി, ഇതൊക്കെയാണോ പൂച്ച? മൂന്നേ മുക്കാലായപ്പോഴേക്കും അവൾ തൂക്കുമായിട്ട് വേഗം ഇറങ്ങി. ഒരു കൊടയും കയ്യിൽ പിടിച്ചു. അടച്ചു പോണ്ടേ? എടുക്കണോ കുഞ്ഞിനെ? എവിടെ പോന്ന്? കുഞ്ഞേടെ പോന്ന്? പാലിന്. പാല് വാങ്ങാൻ. അമ്മമ്മേൻ്റെ വീട്ടിലേ കൂടി പാല് വാങ്ങാൻ പോകല്ലേ? അമ്പയുണ്ടാ? സൊസൈറ്റി പാല് കുന്നിൻ്റെ മുകളിലാണ് വരിക. ഇത്തിരി നടക്കാനുണ്ട്. അവളെ ലതമുത്തശ്ശിയുടെ കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാല് കഴിച്ച് അവളെ എടുക്കാനും തുടങ്ങി. മുന്നിലെ വീട്ടിലുള്ള മുത്തശ്ശീനെ അവർ കവുങ്ങൻ തോട്ടത്തിൽ വെച്ച് കണ്ടു. രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ നടത്തം തുടർന്നു. പാല് വാങ്ങി വന്നിട്ട് വേണം ഭാനുവിന് ദേവി മുത്തശ്ശിയുടെ അടുത്ത് പോവാൻ. അതാണ് നടത്തത്തിന് ഇത്തിരി സ്പീഡ് കൂടുതൽ. ഭാനുവിന് ആൾക്കാരെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ തീരെ പറ്റില്ല അവൾക്ക്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത്രയും സന്തോഷം. പയ്യന്നൂർ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ബോറടിയാണ്, ഇവിടെ ആൾക്കാരെയൊന്നും കാണാത്തതുകൊണ്ട്. അതുകൊണ്ട് വൈകുന്നേരമായാൽ അവൾ ഓരോ വീട്ടിലും പോകാൻ തുടങ്ങും. അവിടെയുള്ള ചേച്ചിമാരൊന്നിച്ചും മുത്തശ്ശിമാരൊന്നിച്ചും ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. ഈ പാല് വാങ്ങൽ ആക്ച്വലി അവൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാം. പിന്നെ പാല് വാങ്ങുന്ന സ്ഥലത്തുള്ള ഗ്രൗണ്ടിലൂടെ ഒന്ന് ഓടി നടക്കാനൊക്കെ പറ്റും. ഇതാണ് ഞങ്ങളുടെ കോട്ടം അമ്പലം. ഇവിടെയാണ് സൊസൈറ്റി പാലിൻ്റെ വണ്ടി വരുന്നത്. ഭാനു അവിടെ എത്തി ഇറങ്ങിയ ഉടനെ ഭണ്ണാരത്തിന് ചുറ്റും വലം വെക്കുകയും തൊട്ട് തലയിൽ വെക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ഒരേ ഓട്ടമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. വെയിലാണെങ്കിൽ അവൾ ഓടാൻ തുടങ്ങി. വെയിലത്തോടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭാനുവിന് ക്ഷീണമായി. ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെയായിരുന്നു എത്തിയത്. ആൾക്കാർ പാല് വാങ്ങാൻ വരുമ്പോഴേക്കും ഭാനു ഓടി ക്ഷീണിച്ചു. ഇനിയും അരമണിക്കൂർ എടുക്കും പാലിൻ്റെ വണ്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഭാനുവിന് ക്ഷീണമായി, ഉറക്കവും വരാൻ തുടങ്ങി. അവൾക്ക് മടുപ്പും വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി വരാൻ കാത്തിക്കാതെ വേഗം വീട്ടിലേക്ക് തിരിച്ചു. ഉറക്കം വരുന്നുണ്ടോ? പോയാലോ തിരിച്ച്? ടാറ്റ കൊടുക്കും.